സൗജന്യ യാത്രയിൽ നിന്ന് ആരംഭിക്കുക അല്ലേ? അതെ. എങ്ങനെ പറയുന്നത്? എങ്ങനെ? വളരെ സന്തോഷകരമായ ഒരു യാത്രയാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാധാരണ ജനങ്ങൾ ആണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് യാത്രയ്ക്ക് വേണ്ടി. അപ്പം ഇതിങ്ങനെ ചെയ്തത് ഏറ്റവും നല്ല ഒരു. നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം? നല്ലതാണ്. ജനങ്ങൾക്കെല്ലാം സ്ഥിരം യാത്ര ചെയ്യുന്ന ആ. അപ്പോൾ ഒരു മാസം എത്ര രൂപ ലാഭിക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ? എങ്ങനെയാണെങ്കിലും 400-500 രൂപയും മേളിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനാകുന്നുണ്ട്. അതിന്നിപ്പം ഇത് ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ടോ? അത് ബാധ്യതയാണ് അല്ലേ? ഗവൺമെന്റ് ബാധ്യതയാണ്, അല്ലാന്ന് പറയാനൊക്കത്തില്ല. എങ്കിലും സ്ത്രീകൾക്കും അല്ലെ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയായിരുന്നു അവരുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്കുള്ള ഈ ഒരു പ്രിയദർശിനി എന്നുള്ള ഒരു വാഹനയാത്ര. അത് ഏറ്റവും ഗവൺമെൻറ് സ്റ്റാർട്ടിങ് തുടങ്ങിയ ആ സമയം മുതൽ തന്നെ അവർ പറഞ്ഞ കാര്യം വാക്ക് ഇന്ന് പാലിക്കാൻ പോവുകയാണ്. ജനങ്ങൾക്കെല്ലാവർക്കും, അതായത് സ്ത്രീകൾക്ക് ഞങ്ങളെല്ലാവരും ഏറ്റവും അഭിമാനകരമായി ഞങ്ങളിത് ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തെ ഞങ്ങൾ വിജയിപ്പിക്കുക തന്നെ. തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അവർ പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും. കാരണം സ്ത്രീകൾക്ക് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത്. എല്ലാവരും നെഞ്ചിലേറ്റി ഏറ്റവും വിജയിപ്പിക്കുക തന്നെ ചെയ്യും ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി. ശ്രീമതി രേഖ അവരുടെ ക്ഷണിക്കുന്നു. സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പ്രവൃത്തിയാണ് നമുക്ക് KSRTC സർവീസിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് തിരുവല്ല MLA നമ്മുടെ ഉദ്ഘാടനത്തിന് ഉണ്ട്. നമ്മുടെ തിരുവല്ലയുടെ എല്ലാ പ്രതിനിധികളും ജനപ്രതിനിധികളും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ഈ ഇതിലോട്ട് നമ്മുടെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിൽ അംഗങ്ങളും നമ്മുടെ പത്തനംതിട്ടയിലെ തന്നെ എല്ലാ പഞ്ചായത്തിലെ എല്ലാ കൗൺസിലേഴ്സും ചെയർപേഴ്സൺമാരും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് വർഗീസ് മനോജ്.
മേൽശാന്തിയോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ വി ഡി സതീശനോട് തിരുവല്ലയിലെ ജനങ്ങൾക്കും ശ്രീ CPI യോടിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ഈ ഓർഡിനറിയിൽ ഒരുക്കിയിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് സന്തോഷമാണോ അതോ? സന്തോഷമാണ്. സർക്കാർ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയത്തില്ല. അത് ശരിയാ, അത് സർക്കാർ അതിനുള്ള പോംവഴി കണ്ടു കാണും. പിന്നെ പെട്ടെന്ന് ചെല്ലണമെന്നുള്ളൊരു ഭാഷയും കറക്റ്റാണ്. പ്രിയദർശിനി ഒരുക്കിയിട്ടുള്ള സൗജന്യ യാത്ര എന്താണ് അഭിപ്രായം? എന്താണ് അതിൻ്റെ അഭിപ്രായം? എന്താണ് എൻ്റെ അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. നമുക്ക് ഇപ്പം അനുഭവം ഇത് കിട്ടിയില്ല. എന്താ പറയുന്നത്, 9 മണിക്ക് മുമ്പേ വന്നുകൊണ്ട് നമുക്ക് ഇതുവരെ അതില്ല. പക്ഷേ 9 മണിക്ക് ശേഷം വന്ന് പറഞ്ഞു നാളെ തൊട്ട് യാത്ര ചെയ്യാം. നാളെ തൊട്ട് യാത്ര ചെയ്യാം വിശ്വസിക്കുന്നു. ഒരു മാസം എത്ര വണ്ടിക്കൂലിക്ക് വേണ്ടി പോകുന്നു? എനിക്ക് ഒരു ദിവസം 15 രൂപയാവും. അപ്പോൾ ഒരു മാസം അതിൻ്റെ അനുസരിച്ച് പൈസ ഓക്കെ. ഏകദേശം എത്ര രൂപയാണ്? നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്ന് നമുക്കറിയത്തില്ല. അത് എത്ര മേൽ അത് മുന്നോട്ട് പോകുമെന്നും എനിക്കറിയില്ല. അത് കുഴപ്പമില്ല, എന്തായാലും തുടങ്ങിയല്ലേ അല്ലേ? തുടങ്ങിയതേ ഉള്ളൂ, തുടക്കമാണ്. നമുക്ക് നോക്കാം. ജോലി ചെയ്യുന്ന ആളാണ്, KSRTC യാത്ര ചെയ്യുന്ന സ്ഥിരം. അപ്പോൾ ഇനി സൗകര്യമായല്ലോ, പ്രിയദർശിനിയെ പോകുമല്ലോ. സൗകര്യമായി, പക്ഷെ സമയത്തിന് എത്തുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ആണോ? കാര്യം സാധാരണ ഇത് ഫ്രീ ആകുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അതിനകത്ത് കയറും. അപ്പോൾ ഓരോ സ്റ്റോപ്പിലും നിർത്തണം, ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറണം. അത് കറക്റ്റ് കാഴ്ചപ്പാടാണ്. അതൊരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സാധനം ചിലപ്പോൾ ഒരു മണിക്കൂർ എടുക്കും. ഒരു മാസം എന്തോ ചിലവാകുന്നുണ്ട് വണ്ടിക്കൂലിക്ക്? ഞാൻ വർക്ക് ചെയ്യുന്നത് റാന്നിയിലാണ്. ചിലപ്പോൾ ഞാൻ ഫാസ്റ്റിന് എന്നിട്ട് കോഴഞ്ചേരി അങ്ങനെ നോർമൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് ഏകദേശം ഒരു 3000 രൂപയോളം മന്ത്ലി പ്രൈവറ്റും KSRTC. ഇതൊരു സൗകര്യമാണ് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ KSRTC ആണ്. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല തൽക്കാലം? താല്പര്യപ്പെടുന്ന ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ, പൈസയുടെ കാര്യത്തിലല്ല, ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ അത് ലേറ്റ് ആകും. ഞങ്ങൾക്ക് സമയത്തിലെത്താൻ പറ്റുന്നില്ല. ഓക്കെ.